പുതിയ പദ്ധതിയായിട്ട് ഇറങ്ങിയത്. എന്റെ കണ്ണ് ചുവന്നിരിക്കുന്ന നോക്കി. ചൂണ്ട പിടിക്കുക. കണ്ണ് ചുവന്ന് നേരത്തെ രാവിലെ മരുന്ന് ഒഴിച്ചത്. ആ ഓക്കെ ഇൻട്രോ ഇവിടെ ക്യാമറ ഓണാണ്. ക്യാമറ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ചൂണ്ട പിടിക്കാൻ പോകുവാണ്. എന്തുവാ എങ്ങനെയാന്ന് പറഞ്ഞാൽ അറിയത്തില്ല. കിട്ടുമോന്ന് അറിയത്തില്ല. അന്ന് പോയൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ പാടത്ത് പോയപ്പോൾ. ആ ഒരു സ്ഥലത്താണ് ഞങ്ങൾ മീൻ പിടിക്കാൻ പോകുന്നത്. കിട്ടുമില്ലെന്നൊന്നും അറിയത്തില്ല. അതെ, ഒരു ലക്കിൻ്റെ ഇതിൽ പോവാണ്. അപ്പം എന്തായാലും നമുക്ക് പോയി നോക്കാം. ഇത്ര 2 ചൂണ്ടയാ? ഓണത്തിനകത്ത് 2 ചൂണ്ടുണ്ട് കേട്ടോ. 2 ചൂണ്ടുണ്ട്. താഴെ പോകല്ലേ പിന്നെ കിട്ടൂല. ഒരെണ്ണം പിടിച്ചേ നീ. ഇത്രയും വലുപ്പം വരുന്നൊരു ചൂണ്ടയാണ്. ചൂണ്ട പോകുമെന്നൊന്നും എനിക്കറിയത്തില്ല. എങ്ങനെയാണ് ചൂണ്ട കെട്ടുന്ന ട്യൂട്ടോറിയൽ നടത്തും. ചൂണ്ട കെട്ടൽ ചൂണ്ട കെട്ടുന്ന കാണാൻ പാടില്ലേ? കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ കെട്ടുന്നത്. കുറെ കുരുക്കും അതൊക്കെ ഉണ്ട്. അത് എളുപ്പമാണ്, കെട്ടാൻ എളുപ്പമാണ്. ഇനി ഊരി പോകുമെന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെ ഇരുന്ന് ചൂണ്ടയെ പിടിച്ചേ. കയ്യിൽ കൊള്ളല്ലേ, പേടിയാണ് എനിക്ക് തോന്നുന്നത്. പണ്ട് ആടിന്റെ നമ്മൾ ഇതുപോലെ ചൂണ്ട പിടിച്ചിട്ട് വന്നിട്ട് ആടിന്റെ നാക്കിൽ കയറിയ ഓർമ്മയില്ല? നാക്കല്ല, ആടിന്റെ മോളുള്ള മോണ ഭാഗത്ത് കയറി, ചുണ്ടിന്റെ ആ ഭാഗത്ത് കയറി. ആടിനെ എങ്ങനെയോ നമ്മൾ അഴിച്ചെടുത്ത് അല്ലേ? പണ്ടത്തെ ആദ്യമ മനുഷ്യരെന്ന് മറ്റേ എന്ത് കുന്തമുണ്ടാക്കുന്ന പോലെ ഇരിക്കുന്നു. ഉണ്ടോ? അങ്ങനെ ഒരു ചൂണ്ട റെഡി ആയിട്ടുണ്ട്. നോക്കാം. മതിയാ? ഇല്ല, 2 എടുക്കാം. ഒരു മത്സരമാകാം അങ്ങോട്ട്. ഫിഷിംഗ് ചലഞ്ച്. നൂലിതാ നൂലിന്റെ അറ്റം. അയ്യോ അറ്റം. രണ്ടാമത്തെ ചൂണ്ടായിട്ട് ഇപ്പോൾ കെട്ടുന്നത്. ഇതും കൂടെ കെട്ടിക്കഴിഞ്ഞിട്ട് കാണിക്കാവേ. പട്ടമർത്തം പോകണ്ട ദിവസേ. ഓണത്തിന് പോകാം. ഓണത്തിന്. അപ്പോൾ കേസ് നമ്മളുണ്ടല്ലോ ഫുഡ് എടുക്കാൻ വന്നതാണ്. അതായത് സാധാരണ എല്ലാവരും വരെയാണല്ലോ ഈ മീൻ ഇട്ട് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ. പക്ഷെ ഇപ്പം നമ്മളിവിടെ എടുക്കാവുന്ന വരെയല്ല കേട്ടോ. നമ്മൾ മുട്ടയും പിന്നെ ആട്ടപ്പൊടിയും കൂടെ ഒരു സംഭവമാണ് കേട്ടോ. അത് അവരുണ്ടാക്കിയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ആ ചൂണ്ടയിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പം മീൻ കിട്ടുമെന്നാണ് സാധാരണ പറയാറുള്ളത്. അറിയത്തില്ല എങ്ങനെ, യൂട്യൂബിലൊക്കെ കണ്ടതാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയില്ലാന്ന് കണ്ടല്ലോ. ആട്ടപ്പൊടി അവിടെ ആട്ടപ്പൊടി കാണാൻ പാടില്ല. എന്തായാലും വന്നേല്ലേ ഒന്ന് പെരട്ടിയിരുന്ന. നീ കൊള്ളാമല്ലോടി പെണ്ണേ. മുട്ട എത്ര ഇടേണ്ടത്? ഇത്തിരി മുട്ട ഇത്തിരി ഇട്ട് മതി. ഇതിപ്പം മുട്ട പെരളാൻ പോരെ? ആ അതെ. മുട്ട വെള്ളം മാത്രം മതിയോ? ഇല്ല, മഞ്ഞയും വേണം. മഞ്ഞയിലല്ലേ അതിൻ്റെ ഇത് ഇരിക്കണം. ആ ഒരു ഇത് ക്യാമറ ഇവിടെ കേട്ടോ. ഞാൻ ഇപ്പോഴും അങ്ങോട്ട് നോക്കണം. പക്ഷെ ക്യാമറ ഇവിടെ ഇരിക്കണം. ഇങ്ങോട്ട് നോക്കണ്ട്. ഇവിടെ മതിയോ? ആ മതി. അത് പെരണം മാത്രം. അയ്യോ, തേൻ പോയില്ല. ഇത് പാൻ കേക്ക് ഉണ്ടാക്കാൻ പിന്നെ അല്ല, ഇത് ഒത്തിരി മാവ് വേണ്ടി വരും. ചപ്പാത്തി മാവില്ലേ? ചപ്പാത്തി മാവ് ഞാൻ ബാക്ക് ക്യാമറ ഓണാക്കാൻ. ചപ്പാത്തി മാവ് ഉണ്ടല്ലോ, ആ ഒരു പരുവത്തിൽ കിട്ടണേ. എങ്കിൽ ആ ഒരു ചൂണ്ടയിൽ നമുക്ക് ഇതാക്കാൻ പറ്റത്തുള്ളൂ. മഴ വേണമെങ്കിൽ നേരെ കണ്ടം വഴി ഓടുക. ഓ, നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. രണ്ടുപേരെ കൊളയെന്ന് എടുക്കാൻ എന്നെ കൊണ്ട് അല്ല, അതാ വല്ല പാമ്പും കൂടാണ് വെട്ടിക്കളയുന്നത്. വിമാനമല്ല, റോക്കറ്റ്. റോക്കറ്റ്. വാട്ടൻ ഐഡിയ. പറഞ്ഞിട്ട് കാര്യമില്ല, ചൂണ്ടയിട്ടിട്ട് ഓടുക. ആൾക്കാരൊക്കെ എവിടെ പോകണമെന്ന് ചോദിക്കാൻ നമ്മൾ പറയണം നാളെ ചൂണ്ടടിക്കാൻ പോകണം. എന്നാലും എന്ത് നമ്മൾ ആൾക്കാരെന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കത്തുള്ളൂ. ഞാൻ എക്സ്ട്രോവർട്ടായി. ഒരു വീഡിയോ പിടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ പോയി നാളെ വേണമെന്നില്ലേ? എനിക്കായിരുന്നില്ല നാണമില്ലാത്തത്. അമ്മയ്ക്കായി. അമ്മ എക്സ്ട്രോ ഇപ്പൊ ഇൻട്രോ ആയി. ഇൻട്രോ തീറ്റ എടുത്തോ? തീറ്റ തുണിയും എടുത്തു. ഓക്കെ.
എനിക്കിനി ഇത് എങ്ങനെയാണത് ഒരു പരിവായില്ലെന്നൊന്നും അറിയത്തില്ല, മീൻ കിട്ടുമോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. ഒരു പണ്ടേ വയ്യ നാണമായിരുന്നു കേട്ടാ കഴിഞ്ഞ വീഡിയോയിൽ. ഇപ്പൊ നാണോ അന്ന് പോയ സ്ഥലത്തൂടെയൊക്കെ തന്നെ പോകുന്നതെന്ന് തോന്നല്ലേ ഇപ്പം. ചെറുക്കന്മാർ പിള്ളേരെയും പോകുന്നുണ്ടോ? ഉച്ചുള്ളേരും പോകുന്നുണ്ട്. മറ്റുള്ളവരൊക്കെ ഉണ്ടാവും. നമുക്ക് അവന്മാർക്ക് വല്ലതും കിട്ടിയാൽ നോക്കാം. അവന്മാർ ഏതാണ് അവന്മാരിടുന്ന ഏരിയയെന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് അവന്മാർ ചൂണ്ട പിടിക്കുമ്പോൾ മീൻ കിട്ടുമെന്നാണ് തോന്നുന്നത്. അവന് ഇതുവരെ ഒരെണ്ണം പോലും കിട്ടിയിട്ടില്ലെന്ന് അവനോട് ചോദിച്ചു നോക്കാം. പക്ഷെ എൻ്റെ കണ്ണിൽ ചുവപ്പ് കളറ്. എവിടെ ആ കരികണ്ണിയാര് ചെമ്പല്ലി അല്ലേടാ? എവിടുന്നാ പിടിച്ചത് നീ? എവിടെ ഉണ്ടോ? ഇഷ്ടം പോലെ ഉണ്ടല്ലേ അവിടെ. സുനി അങ്ങനെ ഇട്ടാ നീ എവിടെയിട്ട് ഫോൺ വെള്ളത്തിൽ വന്നു. നിനക്ക് നീളം ഉണ്ടാടാ ചൂണ്ടയ്ക്ക്? അതിനെ ഉടക്കും, അതിനെ ഉടക്കും. നീ പിടിക്കണ്ട. ഇല്ല, അത് നീ സ്ട്രോ വളർത്തി മുങ്ങുന്ന പോലും ഇല്ല. എങ്ങനെ ഇരിക്കണം? ഈ വടിക്കൊട്ടും നീളമില്ല. നമ്മുടെ ആ വടി തന്നെയായിരുന്നു നല്ലത്, മനസ്സിലായോ? വടിക്കൊട്ടും നീളമില്ലാതായിട്ട് ഇവിടെ വരുന്നു. എന്നിട്ട് ഇത് വടിക്ക് നീളമില്ലല്ലോ. വടിക്ക് നീളമില്ല. ഞാൻ പറഞ്ഞാണോ വടി എടുക്കണ്ടെന്ന് പറഞ്ഞാണോ? ഒടിക്കണ്ടെന്ന് പറഞ്ഞാണ് ഞാൻ. ഇവിടെ തന്നെ ഏതെങ്കിലും വടി ഉണ്ടോ നോക്കിയാലോ? ആ നീളത്തിലുള്ള വടി തന്നെ മതിയായിരുന്നു. ഇവളിരുത്തി അത് ഒടിപ്പിച്ച് തന്നെ കൊണ്ട്. ഇനി എവിടെ പോയി ഞാൻ വടി എടുക്കും? ഇനി നമുക്ക് രണ്ടാമത് പോയിട്ട് വരാമെന്നാ? രണ്ടാമതോ? ആ പോയിച്ചും വരാം. മറ്റേ പൈപ്പ് തന്നെ എടുത്തിട്ടുണ്ട്. ഇവളാടെ ഈ വടി ഒടിപ്പിച്ച. ഞാൻ പറഞ്ഞു ഈ വടി ഒടിക്കണ്ടെന്ന് വേണ്ടി ഇവള് രണ്ടായിട്ട് ഒടിപ്പിച്ച് തന്നെ കൊണ്ട്. ചൂണ്ടേ പ്രിയന്റെ കയ്യിൽ പിടിച്ചേ. ഞങ്ങൾ തിരിച്ചു നടക്കുവാണ്. ചൂണ്ടയ്ക്ക് നീളമില്ലാത്തത് കൊണ്ട് വേറെ എടുക്കാൻ പോകണം. ഞാൻ പറഞ്ഞു ചൂണ്ട മുറിക്കണ്ടെന്ന്. നല്ലൊരു വടിയായിരുന്നു. തുടക്കം തന്നെ മോങ്ങി. കൊള്ളത്തില്ലേ? എന്നാ വാങ്ങിങ്ങോട്ട്. ഒരു വടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു വടി എങ്ങനെയൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഒരു വടി ഇതെങ്കിൽ ഇത് മതി. മാറി പിടിക്കുക. ഞാനിപ്പോഴത്തേക്ക് ക്യാമറ പിടിച്ചോളാം. ഞാനിപ്പോഴത്തേക്ക് എന്നിട്ട് ക്യാമറ പിടിക്കാം. ആ സമയത്ത് നീ പിടിച്ചാൽ മതി. കറക്റ്റ് വെള്ളത്തിൽ നിന്ന് വൈകിട്ട് പിടിക്കാൻ വേണ്ടി. അന്ന് അറ്റത്തല്ലേ അവൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് കുഴപ്പമില്ലല്ലോ. അവിടെ വെള്ളത്തിൽ വീണില്ലല്ലോ. ഹേലൊക്കെ കടിച്ച് പൊട്ടിയിരി. പൊട്ടി എടാ അതിനെ കാലിന് മാറ്റിക്കിടാൻ മനെ. കളിച്ചോട്ടില്ല. ഒഴിയുണ്ട് എടുത്താൽ എൻ്റെ പകുതി ഭഗവാന് നാട്ടുകാരെല്ലാം കാണുന്ന അറിഞ്ഞു. യൂട്യൂബ് മനസ്സിലായില്ലേടി? ഡാൻസുകൾക്ക് കണ്ടോടി നമ്മള്. അതിന് ചാൻസ് ഇല്ല. അതുകൊണ്ട് പോയത്. നല്ല വില്ലനാണ്. വില തന്നെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. മീൻ പിടിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ഇവിടെ ഇത്തിരി വലുത് മറിക്കുന്നുണ്ട്. വേണ്ട അതാ ഞാൻ ആയത്തോട്ട് കണ്ടിരുന്നത്. പോകുന്നു ഇതിന് മറിച്ചും പോകും. മനസ്സിലായി? നമുക്ക് കിട്ടത്തില്ലടേ ഇത്. എന്താ മറിച്ച് പോകത്തേ ഉള്ളൂ. അത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കണ്ടോ നീ നോക്കുന്നടി? ആര് അറിയാവുന്ന ആളല്ലേ? നീ പിടിക്കുന്നു, ഞാൻ ക്യാമറ പിടിക്കുന്നു. എക്സ്പേർട്ടുള്ള അമ്മ പിടിച്ചിട്ട് കിട്ടില്ല. അപ്പോഴിനി എനിക്ക് അതിലെനിക്ക് സംശയമുണ്ട്. കാരണം എനിക്ക് എന്നെ പറ്റി നല്ല മതിപ്പുണ്ട്. ക്യാമറാമാൻ ഒന്ന് പുറകിലൊക്കെ നോക്കിക്കോണം കേട്ടോ. അത് നോക്കുന്നുണ്ട്. വല്ല പാമ്പാ വഴുതല വല്ല ഇറങ്ങി അമ്മ. ക്യാമറമാൻ എല്ലായിടത്തും നോക്കണല്ലോ, ഒരു സ്ഥലത്ത് മാത്രം നോക്കല്ലേ ക്യാമറമാൻ. കേട്ടോ ക്യാമറമാൻ ഇങ്ങോട്ട് പേടിയപ്പോൾ ഒന്നും കാണുന്നില്ല. അവിടെ നല്ലപോലെ മറിക്കുന്നുണ്ട്. കണ്ടോ എൻ്റെ പിന്നെ ഭയങ്കര വെയിൽ കേട്ടോ. പോകാനാണ് അവിടെ നടന്നവിടെ പോയി ക്യാമറ എടുത്ത് നോക്കാൻ. നിനക്ക് പ്രാന്താളടാ പന്നി. കുറച്ചങ്ങോട്ട് പോയി നോക്ക്. പാമ്പിനും പഴുതാരയൊക്കെ ഉണ്ടാവുമെന്നൊക്കെ. പിന്നെ എനിക്ക് പേടിയില്ലാത്ത പോലെ ഓടാൻ പറ്റത്തില്ല. ഞാനും ഓടും. കണ്ടം വഴി ഓടും. ഓടാൻ എങ്ങനെ ഓടും?
കാലുകൊണ്ട്. തണലില്ല പക്ഷേ അവിടെ പോയി നില്ല. ആ സ്ഥലത്ത് പോയി പിടി. അങ്ങനെ ചാൻസ് ഇല്ല. പിന്നെ അറിഞ്ഞൂടാ, കാലൻ ഇപ്പോഴെങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പറഞ്ഞു വീഴുമായിരിക്കും. പറഞ്ഞു പിടിച്ചത് കാണുന്നുണ്ടോ വീഡിയോയില്? ഉണ്ടല്ലോ. ചേച്ചിയൊക്കെ 2 എണ്ണം കൊണ്ടാ വന്നതെന്ന് പറയുക. ചെവിയുടെ പവർ എന്തുവാ, എനിക്കൊക്കെ വയ്യല്ലോ ഇവിടെ നിന്നിട്ട്. നല്ല ഒഴുക്കാ ഇവിടെ. ഒഴുക്കുണ്ട്. തടി ഒഴുകി പോണ ഇതിൻ്റെ ഒഴുകി പോവാതുകൊണ്ട് ഞങ്ങൾക്ക് പൊട്ടുന്നതാണെന്ന്. ഇതിന്നൊന്നും കിട്ടുന്ന ലക്ഷണമില്ല എന്നറിയിച്ചു കൊള്ളുന്നു. പിന്നെ ഇത്തിരി തണലുണ്ടല്ലേടി? തണല എന്റെ ആറ്റുകാൽ ഭാസ്കര, അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. അതെ അതെ. എവിടേക്ക് എന്തൊക്കെ സൗണ്ട് കേൾക്കുന്നു അതിൻ്റെ അകത്ത്. അതിൻ്റെ അകത്ത് ഞാനക്കൊണ്ടായിരിക്കും. എന്ത് വരുന്ന വരെയാണോ? ഞങ്ങൾ ഗോതമ്പിന്റെ ഒരു ഇതാ. എന്തെങ്കിലും നടപടി ആകുന്നത് നമ്മൾ ഇത്ര നേരമായിട്ട് നോക്കുക കേട്ടോ. പക്ഷെ ഉറങ്ങുമ്പോഴും കിട്ടുന്ന ഒരു ലക്ഷണം കാണുന്നില്ല. നമുക്കിനി ഒരു ദിവസം വരെയായിട്ട് വരാൻ നല്ലത്. എപ്പോഴും തുടങ്ങൊന്നും വേണ്ട. അയ്യോ, തിരിച്ച് മടക്കി പോയി ആ ചൂണ്ട. നമ്മളൊരു വെറുതെ ഒരു ബ്ലോഗ് എടുത്ത്. അത് കുഴപ്പമില്ല. ഇതൊരു ബ്ലോഗ്, ഇതും വെറൈറ്റി അല്ലേ. സാധനം എല്ലാവരും മീൻ കിട്ടുന്നില്ലല്ലോ, നമ്മൾ മീൻ കിട്ടാത്തിടും. തളരരുത് രാമൻകുട്ടി, തളരരുത്. ഞങ്ങൾ പോകുന്നടാ. എവിടുന്ന്? എടാ ഇവിടെ ഒഴുക്കാടാ മൊത്തം. അതാ സമയം കിട്ടാതെ എങ്ങനെ വെച്ചു. കുഴപ്പമില്ല. ആ കുറച്ച് ദിവസം കഴിഞ്ഞ്, കുറച്ച് ദിവസം പറയുമ്പോൾ 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഒന്ന് വന്ന് നോക്കുക. നമ്മളങ്ങനെ ഒന്നും കിട്ടാതെ മടങ്ങുകയാണ് ഗൈസ്. ഒരു തേങ്ങയും കിട്ടിയില്ല. മഴക്കാറ് വരുന്നുണ്ട് കേട്ടോ അവിടുന്ന്. അവിടുന്ന് മീനൊന്നും കിട്ടാൻ ഞങ്ങളങ്ങനെ തിരിച്ചു നടക്കുക കേട്ടോ. വീട്ടിൽ ചെന്നിട്ട് കാണാം. പിന്നെ എടുക്കണോ? ഞങ്ങൾ പിടിച്ചിട്ട് കാണാൻ പിന്നെ എടുക്കുവാണോ? എന്തെങ്കിലുമൊക്കെ പറ. പണ്ടത്തെ ചൂണ്ട പിടിയൽ ഓർമ്മകളൊക്കെ പിടിക്കും. അന്നൊക്കെ ഞങ്ങൾ എത്ര മീനാണ് പിടിച്ചിട്ടുള്ളത്. വീടുകളിൽ വെച്ചൊക്കെ ഞങ്ങൾ തോട്ടിലൊക്കെ ഇതുപോലെ പോയി എന്തോരം മീനെ പിടിച്ചിട്ടുള്ളത്. ഇപ്പോൾ നോക്കി ഒരൊറ്റ മീനില്ല. അന്നൊക്കെ 20-25 മീനെയൊക്കെ ഒറ്റയടിക്ക് പിടിക്കുമായിരുന്നു ഞങ്ങൾ. സിലോപ്പിയ, കരികണ്ണി, കണ്ണി, മരാറ്റൊന്നും അങ്ങനെ ഞങ്ങൾ പിടിച്ചിട്ടില്ല. പൂച്ച അങ്ങനെ എന്തെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുള്ള പണ്ടൊക്കെ. ഇന്നത്തെ പോലെയുള്ള ഒരു ആ വൈബ് കിട്ടുന്നില്ല. ശനിയാഴ്ച ആകുമ്പോഴും ഞായറാഴ്ച ആകുമ്പോഴും ഞങ്ങൾ എപ്പോഴും, ഞങ്ങൾക്ക് തോടുണ്ടല്ലോ വീട്ടിൽ, തോട്ടിൽ പോയി ഞങ്ങൾ ചൂണ്ട പിടിക്കും. 2 കുളവും ഇല്ലേ? 2 കുളവും ഉണ്ട്. എന്തെല്ലാം ചെയ്തിട്ടുണ്ട് അന്നൊക്കെ. ഇന്നൊക്കെ നമുക്ക് ചൂണ്ട പിടിച്ചിട്ട് ഒരു സുഖമില്ല, വൈബില്ല അന്നത്തെ. അന്ന് കൂടെ പഠിക്കുന്ന പിള്ളേരൊക്കെ ഇട്ട്, കൂടെ പഠിക്കുന്ന പിള്ളേർ, അല്ലാതെ കൊച്ചു പിള്ളേർ, എല്ലാവരും അല്ലാതെ ആ ഏരിയയിലുള്ള പെൺപിള്ളേരെല്ലാവരും ഏകദേശം 4-5 ക്ലാസ്സിൽ പഠിക്കുന്നതും 7 വരെ, 8ാം ക്ലാസ്സിൽ പഠിക്കുന്നവരൊന്നും അങ്ങനെ വരത്തില്ല. എൻ്റെ പൊന്നോ, ചൂട് തയ്ക്കാൻ പോയി. എന്താ കാട് വീട്ടിലേക്ക് കയറി പോകുന്ന കാണുന്നത്. അറിഞ്ഞാലോ എല്ലാം മൊത്തം കാടാകും. നമ്മളെ കാട്ടിൽ വീട് വെക്കാൻ നട്ടിട്ടുണ്ട്. പക്ഷെ വീട്ടിൽ കാട് കയറുന്ന ആദ്യമായിട്ടാണെന്ന്. 5 കരികണ്ണി കിട്ടിയെന്ന് പറയണം. 5 അവനോട് പറയണം. അവനറിയോ ഒരു ഗുണാക്കി മേടിക്കണം. അങ്ങനെ ഞങ്ങൾ വീണ്ടും വീട്ടിലെത്തി. ചൂണ്ട പിടിച്ചിട്ട് ഒരു സാധനം കിട്ടിയില്ല. നിങ്ങൾക്ക് വീട് കാണുമ്പോൾ മനസ്സിലാക്കി കാണുമല്ലോ. പക്ഷെ എന്തായാലും ഞങ്ങൾ തളർന്ന് പിന്നോട്ടില്ലല്ലേ. ഞങ്ങളിനി ഒരു 2 ആഴ്ചക്കുള്ളിൽ ഞങ്ങൾ അടുത്ത 2 ആഴ്ചയൊക്കെ കഴിഞ്ഞ് അടുത്ത മീൻ ചൂണ്ട വീഡിയോ ആയിട്ട് വരുന്നതാണ്. സത്യം നല്ല ചൂടാണ് കേട്ടോ. നല്ല വെയിൽ, നല്ല ഇതൊക്കെയായിരുന്നു. ഒരു ഇതൊക്കെയായിരുന്നു വെയിൽ. വരൂ മോളെ, വീട്ടിലേക്ക് വരൂ. അപ്പോൾ ശരി, എന്നാൽ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ. ഒരു ടാറ്റ പറ. ടാറ്റ ആയിട്ട് വയറിലൊന്നും വേണ്ട. ടാറ്റാ. ടാറ്റാ.